നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരനായ 21-കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ 3 പേർ പിടിയിലായി. നെയ്യാറ്റിൻകര അവണാക്കുഴി സ്വദേശികളായ റംസി, ജിത്തു, അരുൺ ജിത്ത് എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. അരുൺ മോഹനുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, 4 പേർ സംഘം ചേർന്ന് ആക്രമിച്ചു, രാത്രിയൊട്ടാകെ തന്നെ മർദ്ദിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ്. ഇതിൽ 3 പേർ പിടിയിലായെന്ന് അറിയുമ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണോ? ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇവർക്കെതിരെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ ലഭിച്ചിരുന്നതാണ്. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം. ഭിന്നശേഷിക്കാരനായ നെയ്യാറ്റിൻകര സ്വദേശിയായ യുവാവിനെ നെയ്യാറ്റിൻകരയിലെ ഒരു കളിക്കളത്തിൽ നിന്നാണ് ഈ പറയുന്ന 4-അംഗ സംഘം കടത്തിക്കൊണ്ടുപോകുന്നതും അവണാകുഴിയിലെ ഒരു വീട്ടിലെത്തിച്ച് മൃഗീയമായി മർദ്ദിക്കുകയും ഈ 21-കാരന്റെ മുഖത്തെയും തലയിലും ഉണ്ടായിരുന്ന മുടികൾ നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ക്രൂര വിനോദങ്ങൾ ചെയ്ത് മർദ്ദിച്ച് കെട്ടിയിടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അവിടുന്ന് രക്ഷപ്പെട്ടെത്തിയ കുട്ടിയായിരുന്നു വീട്ടുകാരോട് പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ പറയുന്ന പ്രതികളെ 3 പേരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റംസി, ജിത്തു, അരുൺ ജിത്ത് എന്നീ 3 പേരാണ് പിടികൂടിയത്. ഇവരെല്ലാം അവണാകുഴി നെയ്യാറ്റിൻകര പ്രദേശത്തുള്ള ആൾക്കാരെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഇനി ഒരാളിനെ കൂടെ കിട്ടാനുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുന്നതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഇവർക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലം കേസുകൾ സ്റ്റേഷനിലൊന്നും ഇല്ലെങ്കിലും പ്രദേശത്തേക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണെന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു വിവരങ്ങൾ വ്യക്തമാവുള്ളൂ. ഇന്ന് പുലർച്ചെയാണ് ഈ പറയുന്ന 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഹരി, ഇന്ന് പുലർച്ചെയാണ് 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അരുൺ, അപ്പോൾ മറ്റൊരാൾക്കും വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരുകയാണോ? തീർച്ചയായും അങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഒരാളുടെ പരാതി ഒരാളുടെ കൂടി കിട്ടാനുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരി, ശരി, ഒരാൾക്കും കൂടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതായിട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും വ്യക്തമാകുന്നത്. അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.